അറേബ്യൻ കടലിൻ്റെ ആഴങ്ങളിൽ വീണ്ടും യുദ്ധകഹളങ്ങളുടെ അലയൊലികൾ ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിലൊന്നായ MH-60S സീഹോക്ക് ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെയും സഖ്യകക്ഷികളുടെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നിലയുറപ്പിച്ചിരുന്ന US നാവികസേനയുടെ അതിപ്രധാനമായ USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള ചോപ്പറാണ് ഇത്തരമൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നത് ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധ അടിയന്തരമായി ഇങ്ങോട്ട് തിരിയാൻ കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ അറേബ്യൻ കടലിൽ ഇറാന്റെ കൺമുന്നിൽ വെച്ച് നടന്ന ഈ സംഭവം കേവലമൊരു യാദൃച്ഛിക അപകടമാണോ അതോ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടോ എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ലോകവേദികളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിവേഗം വികസിച്ചുകൊണ്ടിരുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടെയാണ് ഈ അത്യാഹിതം അരങ്ങേറിയിരിക്കുന്നത് എന്നതിൽ തന്നെ ഇതിന്റെ വ്യാപ്തി കേവലമൊരു അപകട റിപ്പോർട്ടിങ്ങിനും അപ്പുറമാണ്. US നാവികസേനയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വിമാനം സാങ്കേതിക തകരാറുകൾ മൂലമോ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ മൂലമോ കടലിൽ ലാൻഡ് ചെയ്യേണ്ടി വരികയായിരുന്നു എന്നാണ്. എന്നാൽ വിമാനം സുരക്ഷിതമായി ഇറക്കാൻ കഴിഞ്ഞില്ലെന്നും കടലിലേക്ക് പതിക്കുകയായിരുന്നു എന്നുമാണ് പ്രാഥമിക സൂചനകൾ വ്യക്തമാക്കുന്നത്. ആകാശത്തു നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട ചോപ്പർ അറേബ്യൻ കടലിന്റെ അതിശക്തമായ തിരമാലകൾക്ക് മുകളിലേക്ക് പതിക്കുമ്പോൾ വലിയൊരു ദുരന്തത്തിന്റെ നിഴലിലായിരുന്നു ആ പ്രദേശം മുഴുവൻ. ഈ ഭീകരമായ അപകടം നടക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ ആകെ 4 വ്യോമസേന ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ വിമാനവാഹിനി കപ്പലിൽ നിന്നും മറ്റ് സുരക്ഷാ കപ്പലുകളിൽ നിന്നും അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ US നാവികസേനയ്ക്ക് സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഫലമായി ചോപ്പറിലുണ്ടായിരുന്ന 4 ജീവനക്കാരിൽ 3 പേരെ അതിസാഹസികമായി കടലിൽ നിന്നും രക്ഷപ്പെടുത്താൻ നാവികസേനയുടെ പ്രത്യേക വിഭാഗത്തിന് കഴിഞ്ഞു. നിലവിൽ രക്ഷപ്പെടുത്തിയ 3 നാവികരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും അവർ വിദഗ്ധ വൈദ്യസഹായത്തിന് കീഴിൽ സുരക്ഷിതരായിരിക്കുന്നു എന്നും US സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ആശ്വാസ വാർത്തകൾക്കിടയിലും അമേരിക്കൻ സൈന്യത്തെയും ലോകത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നത് ചോപ്പറിലുണ്ടായിരുന്ന 4ാമത്തെ ജീവനക്കാരനെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. വിമാനം കടലിൽ പതിച്ച ആ നിമിഷം മുതൽ ഈ ക്രൂ അംഗം ആഴക്കടലിൽ കാണാതായിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടെത്തുക എന്നത് US സൈന്യത്തിന് ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറിക്കഴിഞ്ഞു. അറേബ്യൻ കടലിലെ ശക്തമായ അടിയൊഴുക്കുകളും പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഒട്ടും മന്ദഗതിയിലാക്കാൻ സൈന്യം തയ്യാറായിട്ടില്ല. കാണാതായ നാവികരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ അറേബ്യൻ കടലിൽ അമേരിക്കൻ നാവികസേനയുടെ വിപുലമായ സന്നാഹങ്ങളാണ് അണിനിരന്നിരിക്കുന്നത്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള അത്യാധുനിക ഹെലികോപ്റ്ററുകളും വേഗമേറിയ അത്യാധുനിക കപ്പലുകളും സമുദ്രത്തിൽ അരിച്ചുപെറുക്കി തിരച്ചിൽ നടത്തുകയാണ്. ഇതിനു പുറമെ കടലിന്റെ അടിത്തട്ടിൽ പരിശോധന നടത്താൻ ശേഷിയുള്ള അത്യാധുനിക സോനാർ സംവിധാനങ്ങളും പ്രത്യേക മുങ്ങൽ വിദഗ്ധരും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മിനിറ്റുകൾ ഓരോന്ന് കഴിയുന്തോറും ജീവനോടെ ഇദ്ദേഹത്തെ വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്ന തിരിച്ചറിവ് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഈ നാടകീയമായ സംഭവവികാസങ്ങൾ നടക്കുന്നത് ഇറാന്റെ പ്രതിരോധ അതിർത്തികളോട് ചേർന്നുള്ള തന്ത്രപ്രധാന സമുദ്രമേഖലയിലാണ് എന്നത് ലോകരാഷ്ട്രങ്ങളെ വൻ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങളെയും അവരുടെ പ്രാദേശിക സ്വാധീനത്തെയും തടഞ്ഞു നിർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ സ്ട്രൈക്കർ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ തൊട്ടടുത്ത് വെച്ച് ഒരു US യുദ്ധവിമാനം തകർന്നു വീഴുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായേക്കാം. ശത്രുരാജ്യത്തിന്റെ ആക്രമണ ഫലമാണോ വിമാനം തകർന്നത് എന്ന സംശയം തുടക്കത്തിൽ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻ യുദ്ധ സാഹചര്യങ്ങളെയും തെറ്റിദ്ധാരണകളെയും ഒഴിവാക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം തുടക്കത്തിൽ തന്നെ അതീവ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഈ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ യാതൊരുവിധ ശത്രുതാപരമായ നീക്കങ്ങളോ വിദേശ ആക്രമണങ്ങളോ ഇല്ലെന്ന് US സൈനിക ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനോ മറ്റേതെങ്കിലും പ്രാദേശിക ശക്തികളോ ഈ വിഷയത്തിന് നേരെ ആക്രമണം നടത്തിയതായി നിലവിൽ യാതൊരു തെളിവുകളുമില്ലെന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കി സാഹചര്യത്തെ ശാന്തമാക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. ശത്രുതാപരമായ ആക്രമണമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹെലികോപ്റ്ററിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു US സൈനിക ഹെലികോപ്റ്റർ ഇത്തരത്തിൽ തകർന്നു വീണത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി US നാവികസേന ഇതിനകം തന്നെ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകളാണോ, പൈലറ്റിന് സംഭവിച്ച എന്തെങ്കിലും പാകപ്പിഴകളാണോ, അതോ ആ സമയത്ത് സമുദ്രത്തിലുണ്ടായ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനമാണോ ഈ അടിയന്തര വാട്ടർ ലാൻഡിങ്ങിലേക്ക് നയിച്ചത് എന്നത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. തകർന്ന ചോപ്പറിന്റെ അവശിഷ്ടങ്ങൾ കടലിൽ നിന്നും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന വിമാനവാഹിനി കപ്പലായ USS ജോർജ് H.W. ബുഷിന്റെ സാന്നിധ്യം ഈ സംഭവത്തിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കി കഴിഞ്ഞു.
ആയിരക്കണക്കിന് സൈനികരും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ അമേരിക്കയുടെ ആഗോള സൈനിക ആധിപത്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കൂറ്റൻ വിമാനവാഹിനി കപ്പലും അതിൻ്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും അറേബ്യൻ കടലിലും ഒമാൻ ഉൾക്കടലിലും വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു വൻ സന്നാഹത്തിൻ്റെ ഭാഗമായ ഹെലികോപ്റ്ററിന് അപകടം സംഭവിച്ചത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ചെറിയ രീതിയിലെങ്കിലും മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ്. സമീപകാലത്തായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഉപരോധങ്ങളും സൈനിക പ്രകോപനങ്ങളും ഇരുവിഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന നീക്കങ്ങൾക്ക് ഇറാൻ ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അറേബ്യൻ കടലിലെ ചെറിയൊരു തീപ്പൊരി പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാമെന്ന ആശങ്ക ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോപ്പർ ദുരന്തത്തെ ലോകമാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്നത്. അപകടത്തിൽപ്പെട്ട MH-60S സീഹോക്ക് ഹെലികോപ്റ്ററുകൾ സമുദ്രത്തിലെ രക്ഷാപ്രവർത്തനത്തിനും വിമാനവാഹിനി കപ്പലുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനും അന്തർവാഹിനികളെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ്. അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ഈ വിമാനം കടലിൽ ലാൻഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള സവിശേഷതകൾ ഉള്ളതാണെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ഉണ്ടായ ലാൻഡിംഗ് പൂർണ്ണ വിജയം കണ്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു അത്യാധുനിക വിമാനത്തിന് സംഭവിച്ച വീഴ്ച നാവികസേനയുടെ വരുംകാല വ്യോമയാന നയങ്ങളെയും പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. കാണാതായ നാവികന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ പെൻറ്റഗണിലും US പ്രതിരോധ കേന്ദ്രങ്ങളിലും കനത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 3 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതിലൂടെ വിമാനം തകരുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചിത്രം ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. കോപ്റ്ററിൽ നിന്നുള്ള റേഡിയോ സന്ദേശങ്ങളും വിമാനത്തിൻ്റെ മറ്റ് കമ്മ്യൂണിക്കേഷൻ രേഖകളും ഇതിനകം തന്നെ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തു നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെ ശത്രുതാപരമായ അന്തരീക്ഷമുള്ള ഒരു മേഖലയിൽ നിരന്തരം നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നത് നാവികർക്ക് കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്ന വാദം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ ആഗോള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽച്ചാലുകളിൽ ഒന്നാണ് അറേബ്യൻ കടൽ. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള എണ്ണ വ്യാപാരത്തെയും സാമ്പത്തിക രംഗത്തെയും ദോഷകരമായി ബാധിക്കും. US ചോപ്പർ തകർന്ന വാർത്ത പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണികളിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രകടമായിട്ടുണ്ട്. സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്നത് ചരക്കു നീക്കത്തിൻ്റെ ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നതിനും അതുവഴി വിലക്കയറ്റത്തിനും കാരണമായേക്കാമെന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ പങ്കുവച്ചു കഴിഞ്ഞു. അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം കേവലം ഒരു പരീക്ഷണ ഘട്ടമല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലും തങ്ങളുടെ സൈനിക ശേഷി തെളിയിക്കാനുള്ള അവസരമാണത്. കാണാതായ നാവികനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ അവസാനിപ്പിക്കില്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് സ്ട്രൈക്ക് ഗ്രൂപ്പിൻ്റെ കമാൻഡർമാർ. സമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന മറ്റ് സഖ്യകക്ഷികളുടെ കപ്പലുകളും ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ പരോക്ഷ സഹായങ്ങൾ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടുകൾ പൂർണ്ണമായി പുറത്തു വരുന്നതുവരെ ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാകില്ലെങ്കിലും പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ഇതൊരു പുതിയ മാനമാണ് നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഈ സംഭവത്തോട് ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് നടക്കുന്ന ഈ വൻ US സൈനിക നീക്കങ്ങളെ ഇറാൻ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത് എന്നതിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. നാവികൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നതും ചോപ്പറിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലെ സാങ്കേതിക രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നതും വരും മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കപ്പെടും. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ അപകടം കരിനിഴൽ വീഴ്ത്തുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അറേബ്യൻ കടലിലെ ആ വൻ തിരച്ചിൽ നടപടികളിലേക്കാണ്. അറേബ്യൻ കടലിലെ ഈ വൻ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക തന്ത്രങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ അതോ കൂടുതൽ ആക്രോശത്തോടെയുള്ള സൈനിക വിന്യാസത്തിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ചോപ്പർ ദുരന്തം ഉയർത്തുന്ന ചോദ്യങ്ങൾ പെൻറ്റഗണിനെ വരും ദിവസങ്ങളിൽ അസ്വസ്ഥമാക്കും എന്നതിൽ തർക്കമില്ല. ഈ സംഭവത്തിൻ്റെ ഏറ്റവും പുതിയ നയതന്ത്ര സൈനിക അപ്ഡേറ്റുകൾക്കായി അന്താരാഷ്ട്ര സമൂഹം വീണ്ടും കാത്തിരിക്കുകയാണ്.